നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വളരെ വേഗം തന്നെ സക്സസ് നേടിയ ഒരു ബ്രാൻഡാണ്. നമുക്കറിയാം കിയയുടെ ഒരുപാട് വാഹനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കൈയടക്കി എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിറോസ്, അതിന് ശേഷം വന്നിട്ടുള്ള കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന മോഡലിനൊക്കെ ഏകദേശം ഒരേ മുഖഭാവമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇത്തരം വാഹനങ്ങൾ ഒരുപാടുണ്ട്. ഇതേ ഫ്രണ്ട് ഫേഷ്യ അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. നമുക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ ഒരു കിയയുടെ വാഹനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതാണ് ഈ ഓപ്പോസിറ്റ് യുണൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 ഫെബ്രുവരി മാസത്തിൽ കിയ സിറോസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയും ആളുകൾക്ക് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് അത്ര കണ്ടങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, കുറച്ച് പ്രൈസ് വളരെ കൂടുതലായിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഡീസലിൽ അവൈലബിൾ ആയിരുന്നു. അത് മാത്രമല്ല, അവൈലബിൾ ആയിരുന്നു എന്നുള്ളതല്ല, അവൈലബിൾ ആണ്. മാത്രമല്ല പെട്രോളിലും ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ഡീസലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിയയുടെ സോണറ്റിലുള്ള ആ സെയിം എഞ്ചിൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെന്യൂലുള്ള സെയിം എഞ്ചിനാണ്, ഹ്യുണ്ടായുടെ വെന്യൂലുള്ള സെയിം എഞ്ചിനാണ്, അല്ലെങ്കിൽ ക്രെറ്റയിലുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. 1493 cc 4 സിലിണ്ടർ 114 bhp പവർ. അതൊരു 4000 RPM ജനറേറ്റ് ചെയ്യുന്നത്. 250 Nm ടോർക്ക്. അതൊരു 1500 മുതൽ 2750 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വാഹനം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിന് കുറച്ചധികം കോസ്മെറ്റിക് അപ്ഡേഷനൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പ്രൈസ് കട്ടൊക്കെ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഏറ്റവും ലോവർ വേരിയൻറ്റിലേക്കൊക്കെ കൊണ്ടുവന്ന് മാക്സിമം സെയിൽ നേടാനായിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നല്ല വിസിബിലിറ്റി നൽകുന്ന, മാക്സിമം സ്പേസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പേസ് മാനേജ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, K1 പ്ലാറ്റ്ഫോമാണ്, കുറച്ചും കൂടെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള K1 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വാഹനമാണ് കിയ സിറോസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗണാറിൻ്റെ ഒരു സ്റ്റിറോയിഡ് വേർഷൻ എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ പോലും ഈ ഒരു വാഹനം പ്രാക്ടിക്കലി നമ്മൾ ഓടിക്കുന്ന സമയത്ത് വിസിബിലിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് കംഫർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും, അതല്ലെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും മികച്ച ഒരു വാഹനം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കിയ സിറോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു വാഹനം നല്ല രീതിക്ക് നമ്മുടെ നെക്സോൺ പോലെയുള്ള വാഹനത്തിന്, അല്ലെങ്കിൽ നെക്സോണിൻ്റെ EVയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നെക്സോണിൻ്റെ EV, അതല്ലെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ 3XOയുടെ ഈ ഇലക്ട്രിക് വേർഷൻ ഉണ്ടല്ലോ, അങ്ങനെ അത് വരാൻ പോവുകയാണ്. അത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കും എന്നുള്ളതാണ്. കിയയുടെ ഇലക്ട്രിക് കാറുകൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ താരതമ്യേന കംപ്ലൈൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു വാഹനം, അതായത് കിയ സിറോസ് എന്ന് പറയുന്ന വാഹനം, ഇതിൻ്റെ ഇലക്ട്രിക് അവതാരത്തിൽ വരാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു വാഹനം 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ക്ലെയിം ചെയ്യുന്ന റേഞ്ചിനോട് ഏകദേശം അടുത്ത് നിൽക്കത്തക്ക റേഞ്ച് ആയിരിക്കും ആക്ച്വലി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഈ കിയ സിറോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആയിരിക്കും കിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബാറ്ററി പാക്ക്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ബാറ്ററി പാക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് 42 kWh ബാറ്ററി പാക്കും 49 kWh ബാറ്ററി പാക്കുമായിരിക്കും വരാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺഫിഗറേഷനിലായിരിക്കും ഈ ഒരു വാഹനം വരുന്നത്. K1 പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇൻ്റർനാഷണലി K1 പ്ലാറ്റ്ഫോം ശരിക്കും ഇൻസ്റ്റർ EVയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ K1 പ്ലാറ്റ്ഫോമിനെ തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ ടെക്നിക്കലി കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി ഇലക്ട്രിക്കിന് വേണ്ടി മോഡിഫൈ ചെയ്ത് സിറോസ് വാഹനത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റേഞ്ചിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 400 കിലോമീറ്റർ 450 കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും റേഞ്ച് ക്ലെയിം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. ഇപ്പോൾ കോമ്പാക്ട് SUV സെഗ്മെന്റിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ ക്ലെയിം ചെയ്യണം എന്നുള്ളൊരവസ്ഥയാണ്. കാരണം പഞ്ച് EV പോലെയുള്ള ഇതിന് താഴെ നിൽക്കുന്ന സെഗ്മെന്റിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേഞ്ച് ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് മിക്കവാറും ഒരു 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലായിരിക്കും തീർച്ചയായിട്ടും അത് പ്ലേസ് ചെയ്യുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കിയ ഇലക്ട്രിക് കാർ സെഗ്മെൻറ്റിലേക്ക് വരികയാണ്. അതായത് അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 15 to 20 എന്ന് പറയുന്ന ഒരു അഫോർഡബിൾ റേഞ്ച് ആണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഫീച്ചറുകളുള്ള മികച്ച റേഞ്ച് നൽകുന്ന അത്യാവശ്യം ചാർജിങ് ഫെസിലിറ്റി നൽകുന്ന നല്ല ടെക്നോളജിയുള്ള ഒരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്ക് നമ്മൾ കാണുമ്പോൾ കിയ സിറോസ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചലനമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഐസ് വേർഷനിൽ നിന്നും ഇനി ഇലക്ട്രിക്കിലേക്ക് വരാൻ വലിയ ദൂരമില്ല എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. 2026 ഓഗസ്റ്റ് മാസത്തിൽ ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം.